ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്ത് 2024 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ ശനിയാഴ്ചയ്ക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദേശീയ ഗെയിംസിൽ വനിതാ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന്റെ NV ഷീന വെള്ളിയും സാന്ദ്ര ബാബു വെങ്കലവും നേടി. വാർത്തകൾ വിശദമായി. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗും ചടങ്ങിൽ സന്നിഹിതനാകും. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഹക്കീം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൽ ഊഷ്മള സ്വീകരണം. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കോർനു സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ എത്തിയത്. ഫ്രാൻസിലെ ശൈത്യ കാലാവസ്ഥയിൽ ലഭിച്ച ഊഷ്മള സ്വീകരണം അവിസ്മരണീയമാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഒരുക്കിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസിൽ നടക്കുന്ന 3 ദിവസത്തെ AI ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം ശ്രീ മോദി ഇന്ന് സംയുക്ത അധ്യക്ഷത വഹിക്കും. 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗത്തിലെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗം എന്നിവ സംബന്ധിച്ച നിർണായക ചർച്ചകൾ നടക്കും. ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും അദ്ദേഹം മാർസേയിൽ നിർവഹിക്കും. ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ലോകമഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച മസാർഗോയിസ് യുദ്ധസ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നാളെ അമേരിക്കയിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിന്റെ ഇരുസഭകളിലും 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ഇരുസഭകളിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ ഇന്നലെ പങ്കെടുത്തു. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നിവയുൾപ്പെടെ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബജറ്റ് പരാജയപ്പെട്ടുവെന്ന് DMK അംഗം ദയാനിധി മാരൻ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. എന്നാൽ എല്ലാ മേഖലകൾക്കും ബജറ്റിൽ നല്ല രീതിയിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ ക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റാണ് ഇതെന്നും BJP MP അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കി. രാജ്യസഭയിൽ ഇന്നലെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ് ഒബ്ജക്ട്സ് ബിൽ 2025 അവതരിപ്പിച്ചു. വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ വ്യോമയാന മേഖലയെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. 2024 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2023 ഇത് 16,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കളായിരുന്നുവെന്നും 55% വർധനയാണ് ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. മയക്കുമരുന്നിനെതിരായ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാ നയത്തിന്റെ ഭാഗമായാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സിന്തറ്റിക് ഡ്രഗ്സ്, കൊക്കൈൻ, ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് എന്നിവ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 2024 1426 കിലോഗ്രാമും 2023 292 കിലോഗ്രാമും കൊക്കൈൻ പിടിച്ചെടുത്തു. 2024 61 ക്വിന്റൽ ഹാഷിഷ് പിടിച്ചെടുത്തതായും 2023 ഇത് 34 ക്വിന്റൽ ആയിരുന്നതായും മന്ത്രാലയം അറിയിച്ചു. ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ ശനിയാഴ്ചയ്ക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവസാന തീരുമാനം ഇസ്രായേലിന്റേതാണെങ്കിലും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളാക്കപ്പെട്ടവരെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന ഉപദേശക സംഘം യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി ഈ ആഴ്ച ചർച്ച നടത്തിയേക്കും. മ്യൂണിച്ച് സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുള്ളതായി അമേരിക്ക അറിയിച്ചു.
നാലാമത് ഇന്ത്യ UK ഊർജ്ജ സംവാദം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, UK ഊർജ്ജ സുരക്ഷാ സെക്രട്ടറി എഡ് മിലിബാൻഡ് എന്നിവർ സഹ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്തു. താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജ്ജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഊർജ്ജ സാമ്പത്തിക വളർച്ച കൈവരിക്കണമെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് റിഗ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹി എയിംസിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയാണ് റിഗ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ ഇന്ത്യൻ ഊർജ്ജ വാരാഘോഷത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 4 ദിവസത്തെ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഊർജ്ജ മേഖലയിൽ നടക്കുന്ന ലോകത്തെ രണ്ടാമത്തെ വലിയ പരിപാടിയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ 2ാം ദിവസമായ ഇന്നും നിയമസഭയിൽ ചർച്ച തുടരും. 3 ദിവസമാണ് ബജറ്റ് ചർച്ചകൾക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്ന ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ടാണ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നും അവർ പറഞ്ഞു. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനുമുള്ള സ്വകാര്യ സർവകലാശാലകൾ കരട് ബിൽ 2025 സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഭേദഗതിയിൽ സംസ്ഥാനത്തിനും രാജ്യത്തിന് പുറത്തും സ്റ്റഡി സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് സർവകലാശാലകളെ അനുവദിക്കുന്ന 2ാം ഉപവകുപ്പ് ഒഴിവാക്കും. ബിൽ നിയമമാകുമ്പോൾ സർവകലാശാലകളിൽ നിലവിലുള്ള സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാദമിക് കൌൺസിൽ, ഫാക്കൽറ്റി, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നിവ പുനഃസംഘടിപ്പിക്കാൻ വരുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനായി ഭേദഗതി ബില്ലുകളിൽ പ്രത്യേക വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തും. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം അനുവദിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്തിമ രൂപം നൽകി. പാമ്പ് കടിയേറ്റുള്ള മരണം പുതുക്കിയ മാനദണ്ഡപ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. പാമ്പ് കടിയേറ്റുള്ള മരണത്തിന് 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നൽകും. ദേശീയ ഗെയിംസിൽ ഇന്നലെ വനിതാ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന് വെള്ളിയും വെങ്കലവും. NV ഷീന വെള്ളിയും സാന്ദ്ര ബാബു വെങ്കലവും നേടി. പോയിന്റ് പട്ടികയിൽ സർവീസസ് 1ാമതും മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും കർണാടക 3ാം സ്ഥാനത്തുമാണ്. കേരളം നിലവിൽ 9ാം സ്ഥാനത്താണ്. ബാഡ്മിന്റൺ ഏഷ്യ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ന് ചെന്നൈയിൽ തുടക്കമാകും. ഇന്ത്യൻ ടീമിനെ ലക്ഷ്യ സെൻ, മാളവിക മൻസോദ് എന്നിവർ നയിക്കും. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ്സിൽ ക്വാർട്ടർ ഫൈനലിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിന് പരാജയം. 2ാം സെറ്റിൽ US താരം ഫാബിയാനോ കർവാനയോടാണ് ഗുകേഷ് പരാജയപ്പെട്ടത്. പഠനത്തിൽ പോഷകാഹാരം, മാനസിക ആരോഗ്യം, സമഗ്ര വളർച്ച എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി ആശയങ്ങൾ പങ്കുവച്ചു. 2023 में यूनाइटेड नेशंस ने 23 को ईयर ऑफ द मिलेट कह के घोषित किया था और पूरी दुनिया में मिलेट को प्रमोट किया और ये भारत का प्रस्ताव था. भारत सरकार का बड़ा आग्रह है कि पोषण के संबंध में बहुत ही जागरूकता होनी चाहिए. कई बीमारियों को रोकने का काम पोषण से हो जाता है. और मिलेट को क्या कहते हैं हमारे यहाँ? सुपर फूड कहते हैं. പേവിഷബാധയെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി മരിച്ചു. പറയംകുളം സെന്റ് ജോസഫ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി, ആലപ്പുഴ ചാരുമൂട്ടിലെ 8 വയസ്സുകാരൻ സാവൻ കൃഷ്ണയാണ് മരിച്ചത്. ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ജില്ലാ കളക്ടർ എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയതോടെയാണ് രാത്രി വൈകി മൃതദേഹം വിട്ടുനൽകിയത്. സോഫിയയുടെ കുടുംബത്തിന് ഇന്ന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ഇന്ന് തന്നെ ധനസഹായം കൈമാറുമെന്നും മകൾക്ക് ജോലി നൽകുമെന്നും ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. ഇടുക്കി ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ 2ാമത്തെയാളാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ബീഹാറിൽ വിരയ്ക്കുള്ള പ്രതിരോധ ഗുളിക കഴിച്ചതിനെ തുടർന്ന് 24ലധികം കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. കിഴക്കൻ ചമ്പാരനിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഇന്ന് ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്ത് 2024 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം.
ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ ശനിയാഴ്ചയ്ക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദേശീയ ഗെയിംസിൽ വനിതാ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന്റെ NV ഷീന വെള്ളിയും സാന്ദ്ര ബാബു വെങ്കലവും നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.